നമ്മുടെ ഈ വീട് ഒരു സ്വപ്നമാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ കാസർഗോഡ് ജില്ലയുടെ അതിർത്തി ടൗണായ കാലിക്കടവ് എന്ന സ്ഥലത്താണ്. ഏകദേശം 3300 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടാണിത്. വളരെ കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു നല്ലൊരു വീട് പണിയണമെന്ന്. അങ്ങനെ ഒരു നല്ലൊരു കോൺട്രാക്ടർ അവരെ കുറിച്ചിട്ടുള്ള അന്വേഷണമാണ് പ്രവേഗ അസോസിയേറ്റ്സ് എന്ന പയ്യന്നൂരിലെ കൺസ്ട്രക്ഷൻ ബിൽഡർ സ്ഥാപനത്തിലേക്ക് എന്നെ എത്തിക്കുന്നത്. അങ്ങനെയാണ് ഈ വീടിൻ്റെ യാത്ര ആരംഭിക്കുന്നത്. ഈ വീടിനെ കുറിച്ച് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ വളരെ സിമ്പിളായിട്ട് പക്ഷേ എലഗൻ്റായിട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. അതിലേക്ക് തന്നെ വൈശാഖിൻ്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം ടൈം പ്ലാൻ ചെയ്യുമ്പോൾ എടുക്കുക. എന്തെങ്കിലും സജഷൻസ് അങ്ങനെയുള്ള കുറേ സംശയങ്ങൾക്കൊക്കെ വൈശാഖ് കറക്റ്റായിട്ട് അതിന് റെസ്പോണ്ട് ചെയ്തിരുന്നു. ഉദയേട്ടൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു നാട്ടിലൊരു വീട്. അപ്പോൾ ആള് വിചാരിച്ച പോലെ തന്നെ എല്ലാം നമ്മളെ വൈശാഖെല്ലാം ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പം ഇൻറ്റീരിയർ ഡിസൈനർ ആയാലും അല്ലെങ്കിൽ ഓരോരോ റൂമിൻ്റെ കളറായാലും അല്ലെങ്കിൽ വുഡൻ വർക്ക് എല്ലാം നന്നായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. നമ്മളൊന്നും ശരിക്കും പറഞ്ഞാൽ അറിഞ്ഞിട്ടില്ല അല്ലേ? കാറ്റും വെളിച്ചവും നന്നായി കടന്നു വരുന്ന ഒരു വീട് എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഇതായിരുന്നു എൻ്റെ പ്രൈമറി റിക്വയർമെൻറ്റ്. അങ്ങനെ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിംപ്ലിസ്റ്റിക് ആയിരിക്കണം മൊത്തം ചെയ്തത്. ഇപ്പോൾ വീടിനകത്തേക്ക് കയറി വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് പൂജാ റൂം കാണാൻ പറ്റും. വളരെ മിനിമലിസ്റ്റിക് ആണ് അത്. അതിൻ്റെ കൂടെ സൈഡിലായിട്ട് ഒരു ആട്ടുകെട്ടിൽ വേണമെന്നുള്ള നമ്മുടെ ആഗ്രഹമായിരുന്നു. പ്രത്യേകിച്ച് രേഷ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ബാംഗ്ലൂർ വീട്ടിൽ ഇതുപോലെ ഒരു ആട്ടുകെട്ടിലുണ്ട്. ചെറുതാണ്, അപ്പോൾ ഇവിടെ കുറച്ചും കൂടി വലുത് വേണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിൻ്റെ പിറകിലുള്ള ഒരു ബുദ്ധ കോൺസെപ്റ്റും കൂടി വെച്ചു. ബ്ലാക്കിൽ പിന്നെ ഇലകളും റൂട്ടുകളും ഉള്ള, പിന്നെ അതുപോലെ പച്ച ഷെയ്ഡ് ഇലകൾക്ക് കൊടുത്തിട്ട് അതുപോലെ റൂട്ടിന് ബ്ലാക്ക് ഷെയ്ഡൊക്കെ കൊടുത്തിട്ട് വളരെ നന്നായി. ടി വി റൂമും സെപ്പറേറ്റ് ആയിട്ട് ചെയ്തു. കയറി വരുന്ന സ്ഥലത്ത് വെക്കുന്നതിനൊരു സെപ്പറേറ്റ് ആയിട്ട് ചെയ്തു. ഒരു പ്രൈവസിയും പിന്നെ ടി വി കാണുന്നവർക്ക് കുറച്ചും കൂടി ശല്യങ്ങളിൽ നിന്ന് മാറി നിന്ന് കാണാനുള്ള ഒരു ഇതാണ്, ആംബിയൻസാണ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു സോഫ സെറ്റ്, ലൗഡ് അല്ലാത്ത ഒരു കളർ കോമ്പിനേഷനാണ് സോഫയ്ക്കും ആയാലും കേട്ടനായാലും ഒക്കെ ലിവിങ് റൂമിൽ കൊടുത്തിരിക്കുന്നത്. അത് വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഡൈനിങ് ഏരിയയിൽ എനിക്ക് ആദ്യം തന്നെ വൈശാഖിനുള്ള ഒരു റിക്വയർമെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടേക്കുള്ള വായു സഞ്ചാരം വേണം. പെർമനൻ്റായിട്ട് ഗ്ലാസ് വെക്കരുത്. ഗ്ലാസ് അഥവാ വെക്കുന്നുണ്ട് അത് ഓപ്പൺ ആക്കാൻ ഉള്ള ഒരു സ്കീം ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ആദ്യം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ വൈശാഖിൻ്റെ പേഴ്സുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തിട്ടാണ് ഒരു നല്ല ഡിസൈൻ അവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അതിന് 3 പ്രൊവിഷൻ ഉണ്ട്. ഒന്ന്, നമ്മൾ ഇത് മരത്തിലാണ് പൂർണ്ണമായും ചെയ്തിരിക്കുന്നത്. അത് 3 പാളികളിൽ ഓരോ പാളിയായിട്ട് നമ്മൾക്ക് തുറക്കാൻ പറ്റും. ഡൈനിങ് റൂമിൽ നിന്ന് പുറത്തൊരു പ്ലഷ്യോ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അത് എൻ്റെ ഒരു റിക്കമെൻഡ് വളരെ ട്രഡീഷണലായിട്ട് നമ്മുടെ പഴയ റെഡ് ഓക്സൈഡ് ടൈൽസ് പോലെ പൂക്കളൊക്കെ ഉള്ള അതുപോലെ ചെയ്യണമെന്നായിരുന്നു. മരത്തിൻ്റെ ഒരു തീം വെച്ചിട്ട് വല്ലപ്പോഴൊക്കെ ഒരു കാൻഡിൽ ലൈറ്റ് ഡിന്നർ എന്നുള്ള രീതിയിൽ അങ്ങനെ ഒക്കെ ഒന്ന് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെയുള്ളൊരു തീം. അത് കംപ്ലീറ്റ് ട്രഡീഷണൽ തീമാണ് അതിന് കൊടുത്തിരിക്കുന്നത്. അടുക്കളയിൽ എപ്പോഴും അധികം മൂവ് ചെയ്യാതെ തന്നെ എല്ലാം അടുത്ത് തന്നെ കിട്ടുന്ന രീതിയിലുള്ള ഒരു മോഡുലാർ കിച്ചൺ ടൈപ്പാണ് വേണമെന്നായിരുന്നു ആഗ്രഹം. അതുകൊണ്ട് തന്നെ എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ നമ്മൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന, കൂടുതൽ നടക്കേണ്ട ആവശ്യമില്ലാത്ത രീതിയിലാണ് അത് കംപ്ലീറ്റ് മോഡുലാർ കിച്ചൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കളർ തീമിൽ കുറച്ച് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. നമ്മൾ ഗ്രീനാണ് സെലക്ട് ചെയ്തത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട മറ്റൊരു ഏരിയയാണത്. ഇനി അങ്ങോട്ടുള്ള നല്ലൊരു ജീവിതം ഇവിടെ ഉണ്ടാവുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഞാൻ വീട്ടുപേരും ഇട്ടിരിക്കുന്നത് പ്രതീക്ഷ എന്നാണ്. ഒരു ഹോപ്പ്, എപ്പോഴും നമ്മളെ മുന്നോട്ടേക്ക് നയിക്കുന്ന ഒരു ഹോപ്പ്. അതെൻ്റെ ഈ സ്വപ്ന വീടിനും ആ ഒരു പേര് തന്നെയാണ് ഇട്ടത്. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇത് ബാംഗ്ലൂരിലെ നമ്മുടെ ഇടുങ്ങിയ ഒരു ഫ്ലാറ്റിലെ ജീവിതത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് നാട്ടിലേക്ക് വന്ന അത്യാവശ്യം വലിയൊരു വീട്, ബാൽക്കണി, ഗാർഡൻ, ബാൽക്കണി, നല്ല ഏരിയ, മൊത്തത്തിൽ കുറേ സ്ഥലമുണ്ട്. എല്ലാ ബെഡ്റൂമും അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് കബേർഡൊക്കെ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ വീട്ടിലെ ഏതാണ് ഏരിയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉത്തരം പറയാൻ പറ്റുന്നത് മാസ്റ്റർ ബെഡ്റൂമാണ്. മറ്റുള്ള ബെഡ്റൂമിനെ അപേക്ഷിച്ച് കുറേ കൂടി സ്പേഷ്യസ് ആണ്. കംപ്ലീറ്റ് തീം പറഞ്ഞു കഴിഞ്ഞാൽ വുഡ് തീമാണ്. ഫ്ലോറിങ് കംപ്ലീറ്റ് ആയിട്ട് നല്ല ഇനം തേക്ക് കൊണ്ടാണത്, പ്യുവർ തേക്ക്. അത് കൂപ്പിൽ നിന്ന് ലേലത്തിൽ പിടിച്ചിട്ട് ചെയ്ത നല്ല തേക്ക് കൊണ്ടാണ് ഫ്ലോറിങ് ചെയ്തിരിക്കുന്നത്. അതുപോലെ സീലിംഗ് ചെയ്തതെന്ന് വെച്ചാൽ ഈ തീമിന് മാച്ചിങ് ആയ രീതിയിൽ നല്ല ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്ന് അതിൽ പെയിൻറ്റിൽ ചെയ്ത ഒരു തീമാണ് സീലിങ്ങിൽ. അത് ശരിക്കും പറഞ്ഞാൽ ഒരാൾ വന്നിട്ട്
കണ്ടു കഴിഞ്ഞാൽ 2 ഫ്ലോറിങ്ങും പിന്നെ സീലിങ്ങും കണ്ടു കഴിഞ്ഞാൽ എല്ലാം മരം കൊണ്ട് ചെയ്തതാണെന്നുള്ള ഫീലിംഗ് മാത്രമേ കിട്ടൂ. അത്രയും നന്നായിട്ട് ഉള്ള ഒരു ക്രാഫ്റ്റ് വർക്കാണ് മെയിൻ ബെഡ്റൂമിനുള്ളത്. അതുപോലെ അതിൽ കബോർഡുകൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എല്ലാം ഒരു വെനീർ തീമാണ്, അഗൈൻ വുഡൻ തീം. അത് നമ്മളവിടെ കണ്ടിന്യൂറ്റി മൊത്തം ആ റൂമിലുണ്ട്. പിന്നെ വളരെ സ്പേഷ്യസുമാണ്. അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബെഡ്റൂമാണ് അത്. പിന്നെ എല്ലാ ബെഡ്റൂമിലും നമ്മൾ ബേ വിൻഡോ കൊടുത്തിട്ടുണ്ട്. മുകളിലത്തെ ബെഡ്റൂമിൽ നമ്മൾ കാൻഡിലീവർ ടെക്നോളജി വെച്ചിട്ട് ഒരു നല്ലൊരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. അത് കുറേ കൂടി നമ്മൾക്ക് ഓപ്പൺ എയറിലേക്ക് പോയി ഒരു പുസ്തകമൊക്കെ വായിക്കാനോ മറ്റോ പറ്റുന്ന രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത്. കാൻഡിലീവർ ആകുമ്പോൾ താഴെ അതിന് പില്ലർ ആവശ്യമില്ല, അപ്പം അത്രയും സ്ഥലം കൂടി സേവ് ചെയ്യാൻ പറ്റും. അതെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇതാണ് ബെഡ്റൂമിനടുത്തുള്ള ആ ബാൽക്കണി. അധികം ഞാൻ അവിടെയാണ് ഇപ്പോൾ ഇരിക്കാറുള്ളൂ. വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർക്ക്മാൻഷിപ്പാണ്. അത് എല്ലാ ജോലിക്കാരും ഓരോ ഡിസൈൻ എലമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ വളരെ വളരെ നന്നായിട്ടാണ് അവർ പണി ചെയ്തിരിക്കുന്നത്. അത് താങ്ക്സ് ഗോസ് ടു പ്രവേഗ അസോസിയേറ്റ്സ്.